സാധാരണ തിരണ്ടി വാങ്ങിച്ച വറുത്തരച്ചാണ് വെക്കണത്. ഇന്നൊരു വെറൈറ്റി പിടിക്കാം. മുളക് ചാറിട്ട് വറ്റിക്കാം. ഒന്നുമില്ലെന്നേ, സിമ്പിളായി ചെയ്യാം. എണ്ണ മൂപ്പിച്ച് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇവയെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു ബ്രൗൺ കളറാവണ വരെ വഴറ്റുക. ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവയെല്ലാം ഇട്ട് മൂപ്പിക്കാം. ഒന്ന് മൂത്ത് വരേണ്ട താമസമേ ഉള്ളൂ. വഴന്ന് ഈ പാകമാകുമ്പോൾ അതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് നേരം കിടന്ന് തിളക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് തെരണ്ടി കഷ്ണങ്ങൾ ചേർക്കാം. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇപ്പം ഏകദേശം 15 മിനിറ്റായി. നമുക്കിതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാം പാകമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉലുവ പൊടിച്ചത്, കായപ്പൊടി ഇവ ചേർക്കാം. കുറച്ച് നേരം കൂടെ തിളക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇപ്പം നമ്മുടെ തെരണ്ടിക്കറി പാകമായിട്ടുണ്ട്. നമുക്കത് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തിരണ്ടിയുടെ എല്ലില്ലേ, അത് വായിലിട്ട് കടിക്കുമ്പോൾ കിറിക്കിറിഞ്ഞിരിക്കും. എന്ത് രസമാണെന്നോ. നിങ്ങളെല്ലാവരും കറി ട്രൈ ചെയ്ത് നോക്കണേ.